പാലക്കാട് നഗരസഭയിൽ ഇന്ത്യ സഖ്യം രൂപപ്പെടുന്നു എന്ന വാർത്തയോട് പ്രതികരിക്കുകയാണ് ബി.ജെ.പി. പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ചൂണ്ടിക്കാണിക്കുന്നത് പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാലും ബി.ജെ.പി. ഇപ്പോഴത്തെ നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യില്ല. ഒരിക്കൽ കൂടി ഒരു ടേം കൂടി അധികാരത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ പാലക്കാട് നഗരസഭയുടെ മുഖഛായ മാറ്റുമെന്നും അതിനായുള്ള ബ്ലൂ പ്രിന്റ് ബി.ജെ.പിയുടെ കൈകളിൽ ഉണ്ട് എന്നും പ്രശാന്ത് ശിവൻ പറയുന്നു. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് നഗരസഭയിൽ ബി.ജെ.പിയെ മാറ്റി നിർത്തുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് കോൺഗ്രസും അതുപോലെ തന്നെ CPM-ഉം മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഒന്നിക്കാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസിനെയും CPM-നെയും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തി വേണമെങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്യുമെന്നുൾപ്പെടെ പറഞ്ഞിരുന്നു. ബി.ജെ.പിയുടെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഇപ്പോൾ ചേരുന്നുണ്ട്. എന്താണ് ഇന്നലെ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതൃത്വം മരക്കാർ മാരായമംഗലം ഉൾപ്പെടെ പറയുന്നത്? ഈ കോൺഗ്രസിനെ അവർ ഓൾറെഡി കോൺഗ്രസിൻ്റെ നേതൃത്വത്തോട് സംസാരിച്ചിരുന്നു ബി.ജെ.പിയെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഒന്നിക്കുന്നതിനെക്കുറിച്ച്. വേണമെങ്കിൽ CPM-ഉമായിട്ടും കോൺഗ്രസുമായിട്ടൊക്കെ ഒരു വട്ടമേശയ്ക്ക് മുന്നിൽ ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്യാം ഈ വിഷയം എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ജനവിധിയെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസും മുസ്ലിം ലീഗിൻ്റെ എല്ലാത്തിൻ്റെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പാലക്കാട് നഗരജനത 25 ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർമാരെ വിജയിപ്പിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് വീണ്ടും ഇവിടെ ഒരു ഭരണ തുടർച്ച വേണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് 25 അംഗങ്ങളെ വിജയിപ്പിച്ചു വന്നിട്ടുള്ളത്. ഇവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി. അതിനെ അട്ടിമറിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വരെ വ്യത്യസ്ത പാർട്ടികളിലും വ്യത്യസ്ത ആശയങ്ങളിലും വ്യത്യസ്ത ചിഹ്നങ്ങളിലും വ്യത്യസ്ത ആദർശങ്ങളിലും പ്രവർത്തിച്ചിരുന്ന ആളുകൾ ബി.ജെ.പിയെ പരാജയപ്പെടുത്തുക എന്ന ഒറ്റ ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് ഇവിടെ ഒരു തട്ടിക്കൂട്ട്, ഒരു അവിഹിത മുന്നണി ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നത്. തീർച്ചയായും പാലക്കാടൻ ജനത അതിനെ തിരസ്കരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇവിടെ ഈ ജനവിധിയെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് ഒരു അവിഹിത മുന്നണി, ഒരു അവിശുദ്ധ മാങ്കൂട്ട മുന്നണി ഉണ്ടാക്കാനായിട്ടാണ് മുസ്ലിം ലീഗും കോൺഗ്രസും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ അവരുടെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്ന ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഏത് വിധേനയും ബി.ജെ.പിയെ പരാജയപ്പെടുത്തുക എന്ന് മാത്രമാണ്. അതിനുവേണ്ടി ആരുമായും കൂട്ടുകൂടുന്ന ഒരു സമീപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു അവിഹിത മുന്നണി പാലക്കാട് വരാനായിട്ട് പോകുന്നില്ല. അത് തീർച്ചയായും പാലക്കാടൻ ജനത അതിനെ തിരസ്കരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ അതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കണമെന്ന കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ വ്യക്തമായ ബോധ്യമുണ്ട്. ഇവരൊക്കെ ഒരുമിച്ച് നിന്നാലും അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഭരണത്തിലേറാനുള്ള പ്രാപ്തി ബി.ജെ.പിക്ക് ഉണ്ടെന്നുള്ളത് അല്ല. ഒന്ന്, ഇവർ ഒറ്റക്കെട്ടായി ഒരുമിച്ച് വരിക, ഈ അവിശുദ്ധ സഖ്യം എന്ന് പറയുന്നത് യാതൊരുവിധ തരത്തിലും പ്രായോഗികമല്ലാത്ത കാര്യമാണ്. രണ്ട്, ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള വെല്ലുവിളികൾ വന്നാലും അതിനെ തരണം ചെയ്യുവാനും ഇനി ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാലും ശക്തമായ രീതിയിലൊരു പ്രതിപക്ഷമായി മാറുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ബി.ജെ.പിക്കില്ല. പക്ഷേ ഇത്തരത്തിലുള്ള അവിഹിത സഖ്യത്തെ പാലക്കാടൻ ജനത തിരസ്കരിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ലീഗിൻ്റെ തന്നെ ജില്ലാ അധ്യക്ഷൻ പറയുകയുണ്ടായി, അവർ മറ്റേ SDPI-യുമായി കൂട്ടുചേർന്നാണെങ്കിൽ തങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ CPM ആണ് സഖ്യം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ CPM ആയിരുന്നു പലയിടത്തും ധാരണ എന്ന്. അതുപോലെ വെൽഫെയർ പാർട്ടിയുമായിട്ട് ചർച്ച നടത്തി എന്നുള്ളത് വീണ്ടും ആവർത്തിക്കുകയുണ്ടായി. അപ്പം ഈ വെൽഫെയർ പാർട്ടി SDPI ഒക്കെ ആയിട്ട് കൂട്ടുകൂടുന്ന ലീഗ് ബി.ജെ.പിയെ മാറ്റി നിർത്തുന്നു എന്ന് പറയുന്നത്, മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുമെന്നൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് അവരുടെ ഒരു വർഗീയ അജണ്ട കൂടെയല്ലേ പുറത്താവുന്നത്? അല്ല, ഇതിനകത്ത് പോപ്പുലർ ഫ്രണ്ട്, SDPI, വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ എന്താ പറയുക, ഒരു വർഗീയ ശക്തികളുമായിട്ട്, മതഭീകരവാദ ശക്തികളുമായിട്ടൊക്കെ ഇവിടെയുള്ള എല്ലാ ആളുകളും പല തെരഞ്ഞെടുപ്പുകളിലും ഒളിവിലും തെളിവിലും രഹസ്യമായും പരസ്യമായും എല്ലാം ബാന്ധവത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടിയെ താഴെ ഇറക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി എല്ലാ ആളുകളും ഒരുമിച്ച് കൂട്ടുകൂടുന്ന ഒരു കാഴ്ചയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെയെല്ലാം ചെറുത്തു നിൽക്കുവാനുള്ള, അതിനെ പ്രതിരോധിക്കുവാനുള്ള കരുത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇന്ന് പാലക്കാടുണ്ട്. കോൺഗ്രസിലായാലും CPM-ലായാലും ഒരു കാപ്പട്യം, അതായത് ഒരു വശത്ത് കോൺഗ്രസ് സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ പറഞ്ഞാണ് പോറ്റിയെ കയറ്റി എന്നൊക്കെയുള്ള പാട്ട് ഇപ്പോൾ വലിയ വിവാദമാണ്. അപ്പം അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് അതേ CPM-ഉമായിട്ട് കൂട്ടുകൂടുമ്പോൾ കൃത്യമായിട്ട് അവരുടെ ഒരു ഇരട്ടത്താപ്പ് കൂടെയല്ലേ വെളിച്ചത്താവുന്നത്. അതേപോലെ CPM മറുവശത്ത് കോൺഗ്രസിനെയാണ് വലിയ രീതിയിൽ എതിർക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അവരുടെ തോളിൽ കൈയിടാൻ പോകുമ്പോൾ ഇതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. ഇവിടെ പാലക്കാട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അവിശുദ്ധ മാങ്കൂട്ട മുന്നണിയാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തൊട്ട് തലേദിവസം വരെ തെരഞ്ഞെടുപ്പ് ദിവസത്തിലടക്കം DYFI-കാരുടെ നേതൃത്വത്തിൽ ഒരു സ്ത്രീപീഡകനായിട്ടുള്ള പാലക്കാടിൻ്റെ MLA-ക്കെതിരെ ശക്തമായ പ്രതിഷേധം തെരഞ്ഞെടുപ്പ് ദിവസം പോലും ഉണ്ടായിരുന്നു.
ഈ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ നിരവധിയായ വേളകളിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയെ മുൻനിർത്തിക്കൊണ്ട് സമരം ചെയ്ത ആളുകളുണ്ട്. ഒരു വശത്ത് പിണറായിക്കെതിരെ സമരം ചെയ്ത കോൺഗ്രസും മറുവശത്ത് പാലക്കാടിൻ്റെ ശ്രീപീഡകനായ MLA-ക്കെതിരെ സമരം ചെയ്ത CPM-ഉം ഇവർ രണ്ടുപേരും തെരഞ്ഞെടുപ്പിന് ശേഷം പരസ്പരം ഒരു ദോസ്തിയാവുന്ന കാഴ്ചയാണ് കാണാനായിട്ട് പോകുന്നത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം വികസനം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിച്ചും ഇവിടുത്തെ ഈ പറഞ്ഞ രീതിയിലുള്ള പാലക്കാടിൻ്റെ MLA-ക്കെതിരെയാണെങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെയാണെങ്കിലും നിരന്തരമായി സമരം ചെയ്ത BJP ഒരു വശത്ത് നിൽക്കുന്നു. വ്യത്യസ്ത സമരം ചെയ്ത ആളുകൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരുമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പാലക്കാടൻ ജനത ഈ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ഇത് തീർച്ചയായും ഇവരുടെ ഈ നീക്കത്തിനുള്ള മറുപടി ഈ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ അവസാനിക്കുന്നില്ല. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരാനുണ്ട്. പൊതുജന മധ്യത്തിൽ ഈ പാലക്കാടിൻ്റെ MP കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ഏത് വിധേനയും CPM BJP-യെ താഴെ ഇറക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇവർ ഈ പിണറായി വിജയനെതിരെ ചെയ്ത സമരമെല്ലാം ഇതെല്ലാം കാപ്പട്യമാണോ എന്ന് പാലക്കാടിൻ്റെ MP വ്യക്തമാക്കുവാനായിട്ട് തയ്യാറാണ്. പൊതുജന മധ്യത്തിൽ അപഹാസ്യരാവുന്ന കാഴ്ചയാണ് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇത് പാലക്കാടിൻ്റെ ജനത ഇതിനുള്ള മറുപടി നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJP അധികാരത്തിലേറുകയാണെങ്കിൽ ഒരു ബ്ലൂ പ്രിന്റ് അവതരിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അത്തരം കാര്യങ്ങൾ ജനകീയ വിഷയങ്ങൾ കൃത്യമായിട്ട് തന്നെ ജനോപകാരപ്രദമായ ഭരണം തുടരുമെന്നുള്ളതാണ്. തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വരികയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞ അതേ കാര്യം 45 ദിവസത്തിനകം എന്താണ് വരാനിരിക്കുന്ന 5 വർഷം BJP ചെയ്യാനായിട്ട് പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു ബ്ലൂ പ്രിൻ്റ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞു. തീർച്ചയായും അത് ഈ നഗരസഭ അധികാരത്തിലേറി 45 ദിവസത്തിനകം കൃത്യമായി എന്താണ് ഈ 5 വർഷം ചെയ്യാൻ പോകുന്നതെന്നുള്ള രീതിയിൽ ഒരു വികസിത പാലക്കാടിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഞങ്ങൾ പുറത്തിറക്കും. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ വികസന രേഖയിൽ തന്നെ ഞങ്ങൾ നിരവധിയായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഏറ്റവും ഒരു പ്രത്യക്ഷ ഉദാഹരണം നമുക്കറിയാം, വലിയ രീതിയിലുള്ള നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഒരു സാംസ്കാരിക കേന്ദ്രമാണ്, മുഴുവൻ മലയാളികളുടെയും അഭിമാനമാണെങ്കിലും പ്രത്യേകിച്ച് പാലക്കാട്ടുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് കൽപ്പാത്തി എന്ന് പറയുന്നത്. കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന സംഗീതവേദി, അവിടെ നടക്കുന്ന സംഗീതോത്സവത്തിന് ഒരു താൽക്കാലിക ഒരു ടെമ്പററി സ്റ്റേജ് കെട്ടിക്കൊണ്ടാണ് നമ്മൾ അവിടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷേ നമ്മൾ തീർച്ചയായും ഈ 5 വർഷം കൊണ്ട് കൽപ്പാത്തിയിൽ ഒരു സ്ഥിരം ഇത്തരത്തിലൊരു സംഗീതോത്സവം നടക്കുന്നതിനുള്ളൊരു വേദി പണി കഴിപ്പിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ ഞങ്ങളതിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ പാലക്കാടിൻ്റെ ഒരു തനത് ഭംഗി എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള നിരവധി പദ്ധതികൾ വരും. പാലക്കാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന പാലക്കാട് വലിയങ്ങാടി, നമുക്കറിയാം നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പാലക്കാടിൻ്റെ അങ്ങാടിക്ക് എന്ന് പറയുന്നത്. ആ വലിയങ്ങാടിയുടെ മുഖച്ഛായ മാറ്റുന്ന രീതിയിൽ വലിയ വികസനത്തിൻ്റെ ഒരു മാറ്റം കൊണ്ടുവരുന്ന രീതിയിലുള്ള പാലക്കാടിൻ്റെ വലിയങ്ങാടിയുടെ ഒരു മാറ്റം, ഇത്തരത്തിൽ തുടങ്ങി നിരവധിയായ കാര്യങ്ങൾ അണിയറയിലുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ വരാനിരിക്കുന്ന 45 ദിവസത്തിനകം ഈ ഭരണസമിതി ജനങ്ങൾക്ക് മുൻപാകെ വയ്ക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുതന്നെയാണ് ഏതായാലും നിലപാടിൽ വിട്ടുവീഴ്ചയില്ല എന്നുള്ളതാണ് BJP വ്യക്തമാക്കുന്നത്. പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വന്നാലും തങ്ങൾ കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് പോവും. ഒപ്പം ഭരണത്തിലേറുകയാണെങ്കിൽ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ കൃത്യമായിട്ട് തന്നെ പാലിക്കും. ബ്ലൂ പ്രിന്റ്, നഗരത്തിൻ്റെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കും എന്നുള്ളതാണ് BJP-യുടെ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ വ്യക്തമാക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.